സഹോദര. ജപ്പാനിൽ സുനാമി ഉണ്ടായി, അതിനു മുമ്പിൽ ഇന്തോനേഷ്യയിൽ സുനാമി ഉണ്ടായി. പടച്ച തമ്പുരാൻ അനുഗ്രഹമല്ലേ ഈ കടൽ എന്ന് പറയുന്നത്. ഈ കടലോര പ്രദേശത്ത് ജീവിക്കുന്ന, മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന പടച്ച തമ്പുരാൻ നിഷ്കളങ്കമായ മനസ്സ് നൽകിയ, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ട് വളരാൻ കഴിയുന്ന, ഓരോ പ്രഭാതത്തിലും ഈ കടലിലേക്ക് ഇറങ്ങി മത്സ്യബന്ധനം നടത്തുന്ന എന്റെ തൊഴിലാളികളെ, ഉമ്മമാരെ, സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് റബ്ബിന്റെ അനുഗ്രഹമാണെങ്കിൽ ഇതൊന്ന് കരകവിഞ്ഞൊഴിഞ്ഞാൽ, ഇതൊന്ന് അതിരുവിട്ട് ഒഴുകിയാൽ, സഹോദരാ, നമ്മൾ വെള്ളത്തിന്റെ അടിയിലല്ലേ, നമ്മൾ സകലതും നശിച്ച് സാമ്പലാകുന്നില്ലേ. എന്നാൽ ഇങ്ങനെ ഒരു ദിനം വരാനുണ്ട് കേട്ടോ. അതേതാണ് ദിനമെന്നറിയുമോ? ലോകാവസാനം എന്ന ദിനമാണ്. ഞാൻ എന്റെ തുടക്കത്തിൽ ചൊല്ലിവെച്ച ആയത്തേതാ? 7-ാം അധ്യായം സൂറത്ത് അറാഫ് 187-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു റസൂലിനോട് ചോദിക്കുന്നു എന്ത്? യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബീ. ലോകാവസാനത്തെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു നബിയെ, അതെപ്പോഴാണ് വരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കൂ. അതിനെപ്പറ്റിയുള്ള അറിവ് അത് രക്ഷിതാവിന്റെ അടുക്കൽ മാത്രമാണ്. പക്ഷേ ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹുവ സഖലത് ഫിസ്സമാവാതി വൽ-അർദ് ലാ തഅതീകും ഇല്ലാ ബഅതൻ യസ്അലൂനക കഅന്നക ഹഫിയുൻ അൻഹാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അത് ആകാശങ്ങളിലും ഭൂമിയിലും ഭാരിച്ച ദിവസമാകുന്നു. പെട്ടെന്നല്ലാതെ അത് നിങ്ങളുടെ മുമ്പിൽ വരികയില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ചുഴിഞ്ഞന്വേഷിച്ച് മനസ്സിലാക്കുന്നു എന്ന മട്ടിലാണ് അവർ നിന്നോട് ചോദിക്കുന്നത്. പക്ഷേ പറയുക, അതിനെക്കുറിച്ച് അധികം ആളുകളും അശ്രദ്ധരാണ്. ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കൂ സഹോദര. ലോകാവസാനത്തിന് മുമ്പ് അങ്ങനെ ഒരു സംഭവ വികാസത്തിന്റെ ചെറിയ രൂപങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുമ്പോ, അഥവാ മുലകുടിക്കുന്ന മാതാവ് തന്റെ കുഞ്ഞിനെ മാറിൽ നിന്ന് വലിച്ചെറിഞ്ഞു ഓടുകയാണ്. ഗർഭത്തിലുള്ള ആ ഗർഭാവസ്ഥയിലുള്ള ശിശുവിന് മാസം തികയുന്നതിന് മുമ്പ് ഈ ഇടിനാദത്തിന്റെ ശക്തി കൊണ്ട്, ലോകാവസാനത്തിന്റെ പ്രകമ്പനം കൊണ്ട് ഓരോ ഉമ്മമാരും പ്രസരിക്കുകയാണ്. ജനങ്ങൾ മത്തുപിടിച്ചവരായി നിനക്ക് കാണാം. അല്ലാഹു പറയുന്നു വമാഹും ബിസുഖാറാ. അവരാടി ഉലഞ്ഞു വീഴുന്നത്, തട്ടിത്തടഞ്ഞു ഉരുണ്ടുപോകുന്നത് കള്ളു കുടിച്ചിട്ടല്ല, ലഹരി ഉപയോഗിച്ചത് കൊണ്ടല്ല. വലാകിന്ന അല്ലാഹു തആല പറയുകയാണ്, വലാകിന്ന അദാബല്ലാഹി ശദീദ്. പടച്ച തമ്പുരാന്റെ ശിക്ഷ അതികഠിനമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ലോകാവസാനമെന്ന അതിഭയാനകരമായ ലോകം അത് വരാൻ പോകുന്നതാണ്. അതിന് നാം വിദൂരമായി കാണേണ്ടതില്ല. ലോകാവസാനത്തിന്റെ അടയാളങ്ങളായി റസൂലുള്ളാഹി പറഞ്ഞത് അഗ്നിപർവ്വതങ്ങൾ അടിക്കടി ഉണ്ടാകുമെന്നാണ്. സുനാമികൾ യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ ഓളങ്ങളായി വന്ന് കടലൊന്ന് കരകവിഞ്ഞുമ്മ വെച്ചപ്പോൾ ലക്ഷങ്ങളല്ലേ മരിച്ചു വീണത്. അതുകൊണ്ട് കണ്ണ് തന്ന, കാത് തന്ന, കൽബ് തന്ന, ഭംഗിയുള്ള ആരോഗ്യമുള്ള ശരീരം തന്ന യുവാക്കളെ ശിർക്ക് ചെയ്ത്, കുടിച്ച്, മദ്യപിച്ച്, ആനന്ദിച്ച്, സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി ഈ രൂപത്തിൽ പൈശാചിക ലഹരിയിൽ ജീവിക്കേണ്ടതില്ല. ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഒരു സുനാമി വരുന്നില്ല? എന്തുകൊണ്ട് ഈ കടല് ഈ ഒരു തെങ്ങിന്റെ ഉയരത്തിലേക്ക് അടിച്ചു കയറി ഇവിടെ നശിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ അധികാരം ഒരു ധിക്കാരമാണ്. കാരണം എന്താണ്? അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട്, വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞ ആശയം സ്വീകരിക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അഥവാ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഒരു നാട്ടിലുണ്ടായിരിക്കെ ആ നാടിനെ അള്ളാഹു പെട്ടെന്ന് വിഴുങ്ങൂല എന്ന് വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ലോകത്തിന്റെ പല ഭാഗത്തും ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ രൂപത്തില് ബിൽഡിങ്ങുകൾ തകർന്ന്, കടലുകൾ കരകവിഞ്ഞൊഴുകി, ആകാശമേലാപ്പുകൾ ഇടിനാദങ്ങൾ മുഴങ്ങിക്കൊണ്ട് നശിച്ച് തരിപ്പണമായി തകർന്നു പോകുന്ന ഈ ഭൂമിയിലെ ചിത്രം നാം കാണുന്നില്ലേ? ഇതുപോലെയുള്ള അവസ്ഥാവിശേഷങ്ങൾ ഇവിടെ